അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി നെട്ടോട്ടം ഓടുകയായിരുന്നു സ്കൂളുകൾ. 2 മാസത്തെ കാലാവധി നിശ്ചയിച്ച് നൽകിയ താൽക്കാലിക സർട്ടിഫിക്കറ്റ് മാത്രമാണ് ചില സ്കൂളുകൾക്കുള്ളതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തി. പിന്നാലെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. 1 മാസത്തേക്കോ 2 മാസത്തേക്കോ നൽകുന്ന താൽക്കാലിക സർട്ടിഫിക്കറ്റ് അധ്യയനം ആരംഭിക്കുന്നതിനു വേണ്ടി മാത്രം നൽകുന്നതാണ്. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിയുന്നതിന് മുന്നേ 1 വർഷത്തേക്കുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കണം. ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോഴാണ് വിദ്യാഭ്യാസ ഓഫീസർമാർ സ്കൂളിന്റെ തസ്തിക നിർണയം നടത്തി ഉത്തരവിറക്കുന്നത്. എന്നാൽ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളുകളിൽ തസ്തിക നിർണയം നടത്തുന്നതിന് വിദ്യാഭ്യാസ ഓഫീസർമാർ സംശയമുന്നയിച്ചിരുന്നു. പിന്നാലെയാണ് വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർക്കും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകിയത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കർശന നിർദ്ദേശങ്ങളാണ് ഇറങ്ങിയിരിക്കുന്നത്. താൽക്കാലിക സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞാൽ ഫിറ്റ്നസ് ലഭ്യമായ കെട്ടിടങ്ങളിൽ മാത്രം സ്കൂളുകളിൽ ക്ലാസ് മുറിയായി ഉപയോഗിക്കണമെന്നാണ് ഒന്നാമത്തെ നിർദ്ദേശം. മാത്രമല്ല, 1 വർഷത്തേക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ തസ്തിക നിർണയ ഉത്തരവ് നൽകരുതെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അധ്യാപകരെ സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ തസ്തികയുള്ള സ്കൂളുകളിലേക്ക് മാറ്റാനും നിർദ്ദേശമുണ്ട്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ ഏതെങ്കിലും സ്കൂൾ തസ്തിക നിർണയ ഉത്തരവ് നൽകാൻ കഴിയില്ലെങ്കിൽ ജൂലൈ 15 മുതൽ ജീവനക്കാർക്ക് ശമ്പളം അനുവദിക്കരുതെന്നും ഉത്തരവുണ്ട്. അധ്യാപകർ ആശങ്കയിലാണ്. യഥാർത്ഥത്തിൽ സർക്കാർ സ്കൂളുകളുടെ ഫിറ്റ്നസ് എന്നുള്ളത് സർക്കാരിന്റെ തന്നെ ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കാതെ പ്രഥമാധ്യാപകരുടെയും അധ്യാപകരുടെയും തലയിലിട്ട് കൈയൊഴിയാനാണ് ഈ ഉത്തരവ് എന്നുള്ളതാണ് ഞങ്ങളുടെ വിമർശനം. ഒരു വശത്ത് സെൻസസ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടുള്ള അധിക ജോലി, അതിനിടയിൽ സ്കൂൾ ഫിറ്റ്നസിനായിട്ടുള്ള നെട്ടോട്ടം. അധ്യാപകരെ സംരക്ഷിച്ചുകൊണ്ട് സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കണം. ടി. സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.